ശ്രാവണബെലഗോള എന്ന പേര് ഇന്ത്യയുടെ ചരിത്ര സാംസ്കാരിക ഭൂമികയിലൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെയും ആകർഷിക്കുന്ന ഒന്നാണ്. നൂറ്റാണ്ടുകൾ പിന്നിലേക്കുള്ള ഒരു യാത്ര പോലെയാണ് മൈസൂരിൽ നിന്ന് ശ്രാവണബെലഗോളയിലേക്കുള്ള യാത്ര. മൈസൂരിൽ നിന്ന് ഏകദേശം 85 കിലോമീറ്റർ ദൂരെയാണ് ചന്നരായപട്ടണ. ശ്രാവണബെലഗോളയ്ക്ക് അടുത്തുള്ള ചെറിയ പട്ടണമാണിത്. ഒറ്റക്കല്ലിൽ തീർത്ത ഏഷ്യയിലെ ഏറ്റവും വലിയ മനുഷ്യശില്പവും ജൈനക്ഷേത്രങ്ങളുമാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ആകർഷണം. ധ്യാനത്തിനായി ഏകാന്തമായ ഇടങ്ങളും ഗുഹകളും ആർക്കും വേഗം എത്തിപ്പെടാനാവാത്ത വലിയ മലനിരകളുമൊക്കെയാണ് ജൈന സന്യാസിമാർ അന്വേഷിക്കാറുള്ളത്. അത്തരം സ്ഥലങ്ങളിലാണ് അവരുടെ ക്ഷേത്രങ്ങൾ അധികവും. മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ നിന്ന് ജൈന സന്യാസിമാർ സ്വച്ഛന്ദ സുന്ദരമായ ഇടം തേടി തെക്കേ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ആദ്യമെത്തിയത് ശ്രാവണബെലഗോളയിലാണ്. 7 മുതൽ 9 വരെയുള്ള നൂറ്റാണ്ടുകളിൽ ശ്രാവണബെലഗോളയെക്കുറിച്ച് രേഖകളുണ്ട്. എന്നാൽ അന്നവിടെ ക്ഷേത്രമില്ല. ധാരാളം കുളങ്ങളും വലിയ പാറക്കെട്ടുകളും കാടും നിറഞ്ഞ ഒരു ഏകാന്തമായ പ്രദേശം. എന്നാൽ അന്ന് ആളുകൾ ഈ പ്രദേശത്തേക്ക് വന്നത് എന്തിനെന്നോ? മരണം തേടി. കാശി പോലെ സ്വയം സമാധി അടയുവാൻ മരണാസന്നരായവർ തിരഞ്ഞെടുത്ത പ്രദേശമായിരുന്നു ശ്രാവണബെലഗോള. കൂടുതലും സന്യാസിമാരും സന്യാസിനികളും. തെക്കൻ മധുര, ചിറ്റൂർ, ഐഹോളെ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ മരണം തേടി ഇവിടെ എത്തിയിരുന്നു. ഇങ്ങനെ മരിച്ചവരുടെ 106 സ്മാരകങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 10-ാം നൂറ്റാണ്ടോടെയാണ് ഇവിടുത്തെ ആദ്യ ബസ്തി പ്രത്യക്ഷപ്പെടുന്നത്. ചന്ദ്രഗുപ്ത ബസ്തിയായിരുന്നു ആദ്യം നിർമ്മിച്ചത്. ബസ്തി എന്നാൽ ജൈനക്ഷേത്രം. ലോകമറിയാതെ കിടന്ന ഈ മഹാക്ഷേത്ര സമുച്ചയത്തെ ചരിത്രാന്വേഷകരുടെ ഇടമാക്കി മാറ്റിയത് B.L. റൈസ് എന്ന ബ്രിട്ടീഷ് ഗവേഷകനാണ്. പുറം ലോകമറിയാതിരുന്ന ഈ പ്രദേശത്തു നിന്ന് അനേകം ചരിത്രരേഖകൾ അദ്ദേഹം കണ്ടെത്തി. 1889 എപ്പിഗ്രാഫിയ കർണാട്ടിക്ക എന്ന പുസ്തകത്തിൽ അത് പുറത്തു വന്നു. അനേകം ഗവേഷകർ പിന്നീട് ഇവിടേക്കെത്തി. B.L. റൈസ് കണ്ടെത്തിയത് 144 ശിലാലിഖിതങ്ങളായിരുന്നു. പിന്നീട് ഇവിടെ വലിയ ഗവേഷണം നടത്തിയത് R. നരസിംഹാചാർ എന്ന ഗവേഷകനാണ്. അദ്ദേഹം 366 ശിലാലിഖിതങ്ങൾ കണ്ടെത്തി. 1923 അദ്ദേഹം ഇവ പ്രസിദ്ധീകരിച്ചു. ജൈന പാരമ്പര്യത്തിൽ ആകെ 24 തീർത്ഥങ്കരന്മാരാണ് ഉള്ളത്. ഇവരുടെയൊക്കെ ശില്പങ്ങൾ ഇവിടെ പലയിടത്തായി നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശില്പം തീർത്ഥങ്കരനായ ആദിനാഥൻ്റെ ശിഷ്യൻ ബാഹുബലിയുടേതാണ്. അടുത്തടുത്തുള്ള 2 മലനിരകളിലായാണ് ഇവിടത്തെ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. അതിൽ വലിയ മലയിലാണ് ബാഹുബലിയുടെ ശില്പവും വലിയ ക്ഷേത്രവുമുള്ളത്. ബാഹുബലിയെ കർണാടകക്കാർ ഗോമഡ എന്നും വിളിക്കും. അതുകൊണ്ട് ഈ ക്ഷേത്രം ഗോമടേശ്വര ക്ഷേത്രമെന്നും അറിയപ്പെടുന്നു. ബാഹുബലി അതിസുന്ദരനും ധീരനുമായ ഒരു യോദ്ധാവായിരുന്നു. സുന്ദരനായതിനാൽ മന്മഥൻ എന്നും അദ്ദേഹത്തിനെ ആരാധകർ വിളിക്കുന്നു. ജൈനരുടെ ആദ്യ തീർത്ഥങ്കരനാണ് ആദിനാഥൻ. ആദിനാഥൻ്റെ പാതകൾ പിൻപറ്റിയാണ് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ച ചന്ദ്രഗുപ്ത മൗര്യൻ ഒടുവിൽ സാമ്രാജ്യം ഉപേക്ഷിച്ച് തെക്കോട്ട് യാത്രയായത്. ശ്രാവണബെലഗോളയിലെത്തിയാണ് അദ്ദേഹം സന്യാസ ജീവിതം ആരംഭിച്ചത്. അങ്ങനെ BC 4-ാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രം ശ്രാവണബെലഗോളയ്ക്കുണ്ട്. വൃഷഭനാഥ ചക്രവർത്തിയുടെ മക്കളായിരുന്നു ഭരതനും ബാഹുബലിയും. അദ്ദേഹം തൻ്റെ രാജ്യം 2 പകുത്ത് 2 മക്കൾക്കുമായി നൽകി. ഭരതന് അയോധ്യയും
ബാഹുബലിക്ക് പൗതനപുരവും. ദിഗ്വിജയത്തിന് പുറപ്പെട്ട് എല്ലാവരെയും ജയിച്ച് അയോധ്യയിൽ തിരിച്ചെത്തിയ ഭരതനെ സഹോദരനായ ബാഹുബലി തടഞ്ഞു. ഭരതന്റെ ദിഗ്വിജയം അംഗീകരിക്കാനും അദ്ദേഹത്തെ വണങ്ങാനും തയ്യാറാകാതിരുന്ന ബാഹുബലി യുദ്ധത്തിൽ തന്നെ തോൽപ്പിക്കാനായി വെല്ലുവിളിച്ചു. അനുജനോട് യുദ്ധം ചെയ്യാൻ ഭരതൻ തയ്യാറായിരുന്നില്ല. പകരം തന്റെ വിജയം അംഗീകരിച്ച് തന്റെ മുന്നിൽ വണങ്ങണമെന്നായിരുന്നു ആവശ്യം. വൃഷഭനാഥന്റെ മകൻ ആരുടെ മുന്നിലും തലകുനിക്കില്ലെന്ന ബാഹുബലിയുടെ പ്രഖ്യാപനത്തോടെ യുദ്ധമല്ലാതെ മറ്റു മാർഗമില്ലെന്നായി. എന്നാൽ സഹോദരന്മാരിൽ ഒരാൾ കൊല്ലപ്പെടുന്നത് ഇരുപക്ഷത്തുമുള്ള ആർക്കും അംഗീകരിക്കാനാവുന്നതായിരുന്നില്ല. ഒടുവിൽ ദൃഷ്ടിയുദ്ധം, ജലയുദ്ധം, മല്ലയുദ്ധം എന്നിങ്ങനെ നിശ്ചയിക്കപ്പെട്ടു. 3 യുദ്ധങ്ങളിലും വിജയിച്ച ബാഹുബലിയെ അംഗീകരിക്കാൻ ഭരതൻ ഒടുവിൽ തയ്യാറായി. മല്ലയുദ്ധത്തിൽ മരകതമല കനകാചലത്തെ എടുത്തുയർത്തുന്നത് പോലെയായിരുന്നു അനുജനായ ബാഹുബലി ഭരതനെ എടുത്തുയർത്തിയത് എന്നാണ് കവിഭാഷ്യം. നിലത്തെത്തിച്ചപ്പോഴേക്കും ഭരതൻ ബാഹുബലിയുടെ കഴിവിനെ അംഗീകരിക്കുകയും അദ്ദേഹത്തെ വണങ്ങുകയും ചെയ്തു. രാജ്യം ബാഹുബലിക്ക് അടിയറ വെക്കാൻ പോലും ഭരതൻ തയ്യാറായി. എന്നാൽ ബാഹുബലിയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു. തൻ്റെ ഗുരുവായ ആദിദേവന്റെ അടുത്തെത്തി അനുഗ്രഹം വാങ്ങിയ ശേഷം ബാഹുബലി വനാന്തരത്തിലേക്ക് തപസ്സിനു പോയി. രാജ്യവും സമ്പത്തും വസ്ത്രങ്ങൾ പോലും ഉപേക്ഷിച്ച് 1 വർഷം ഒരേ നിൽപ്പിൽ ധ്യാനമനുഷ്ഠിച്ച ബാഹുബലി ഒടുവിൽ മോക്ഷം പ്രാപിച്ചതായാണ് വിശ്വാസം. ബാഹുബലിയുടെ ശരീരത്തിലൂടെ വള്ളിപ്പടർപ്പുകൾ പടരുകയും ജീവജാലങ്ങൾ അതിൽ വസിക്കുകയും ചെയ്തു. മോക്ഷപ്രാപ്തി നേടുന്ന ആദ്യ ദിഗംബര സന്യാസി കൂടിയായി ബാഹുബലി. ജൈനരുടെ ആരാധനാമൂർത്തിയായി